ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡെവലപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ. സോ നിങ്ങൾക്കായിട്ട് ആക്ച്വലി പുതിയൊരു ഹാക്കത്തോൺ ആക്ച്വലി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഹാക്ക് ജെൻ AI 2025 എന്ന് പറഞ്ഞ ഹാക്കത്തോൺ. അപ്പോൾ ഈ ഒരു ഹാക്കത്തോണിൽ ബേസിക്കലി ഒരു ജനറേറ്റീവ് AI ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഹാക്കത്തോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 24 hour നീണ്ടു നിൽക്കുന്ന ഒരു ഹാക്കത്തോൺ ആണ്. ആൻഡ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ബേസിക്കലി നമ്മുടെ കൊച്ചിയിലുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വെച്ചായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രൊജക്റ്റ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മീം ജനറേറ്റർ തൊട്ട് ഒരു AI മ്യൂസിക് ആപ്പ് വരെയുള്ള ലെവലിലുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത മാസം 19, 20 എന്ന് പറയുന്ന ദിവസങ്ങളിലായിരിക്കും ഈ ഒരു ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു ഹാക്കത്തോണിൽ വരുന്ന തീംസ് എന്തൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി മീഡിയ, എൻ്റർടൈൻമെൻറ്റ്, മ്യൂസിക്, ഇതുപോലെ സോഷ്യൽ മീഡിയ. സോ ഇതായിരിക്കും ഈ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഹാക്കത്തോണിൻ്റെ ട്രാക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഹാക്കത്തോണിൽ ബേസിക്കലി ഇത് ആക്ച്വലി ഓപ്പൺ ചെയ്തത് June 4 അതുപോലെ June 16 ആക്ച്വലി ഒരു ഇവൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം നിങ്ങളിപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കാണാൻ പറ്റും. നിവിൻ പോളി ആയിരുന്നു വന്ന് അതൊക്കെ ലോഞ്ച് ചെയ്തത്. ആൻഡ് July 5 കൂടി ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ രജിസ്ട്രേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് നമ്മുടെ പ്രൊജക്റ്റ് ഐഡിയ ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഏകദേശം July 6 to 10 ഷോർട്ട് ലിസ്റ്റിംഗ് പീരീഡ് ആയിരിക്കും നമ്മുടെ പ്രൊജക്റ്റ് അപ്രൂവ് ആയോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ 15 ഒരു ഓറിയൻറ്റേഷൻ സെഷൻ ഉണ്ട്. അതായത് സെലക്ട് ആയിട്ടുള്ള എല്ലാ ടീമിനും. സോ സെലക്ട് ആയിട്ടുള്ള ടീംസിനായിരിക്കും ഓറിയൻറ്റേഷൻ ആക്ച്വലി ഉണ്ടാവുക. ആൻഡ് 19, 20 നമുക്ക് ആക്ച്വലി സ്റ്റാർട്ടപ്പ് മിഷനിൽ ചെന്നിട്ട് ഈ പറയുന്ന ഹാക്കത്തോണിൽ പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ. ആൻഡ് ദെൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഹാക്കത്തോണിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 2 to 4 മെമ്പേഴ്സ് ആയിരിക്കും ഈ ഹാക്കത്തോണിൽ ഉണ്ടാകുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. ആൻഡ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ ടീംസിനും ഒരു പ്രീ ഹാക്ക് ബൂട്ട് ക്യാമ്പ് എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഒരു ഇൻ്റർനെറ്റ്, അതുപോലെ പവർ സപ്ലൈ ഒക്കെ നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. സ്റ്റാർട്ടപ്പ് മിഷനിൽ പോയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാം ഭയങ്കര നല്ലൊരു ഫെസിലിറ്റി നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാനും പറ്റണം. സോ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു കോളേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള ഹാക്കത്തോണിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഡിഫറൻ്റ് ഉള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ഇവൻറ്റ്സ് ഒക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സോ ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ബൈ.